നമസ്തേ. ജനം ഡിബേറ്റ് സ്പെഷ്യൽ എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കണ്ണൂരിൽ നിന്ന് സ്വർണം പൊട്ടിക്കുന്നതിൻ്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിൻ്റെയും കഥകൾ പുറത്തു വരുന്നത് ചെങ്കൊടിക്ക് അപമാനം. ചീത്തപ്പണത്തിൻ ആജ്ഞാനുവർത്തികളായി അധോലോകത്തെ പിൻപറ്റുന്നവ ഇടതുപക്ഷത്തെ ഒറ്റുകൊടുക്കുന്നവരാണ്. അവർക്ക് മാപ്പില്ലെന്ന് പ്രഖ്യാപിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. പറയുന്നത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സാധാരണക്കാരുടെ മുതലും പലിശയും കൊള്ളയടിക്കപ്പെട്ട കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ CPM പങ്ക് പറ്റിയെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നു. പാർട്ടിയുടെ ഏകദേശം 3.25 കോടി രൂപയുടെ സ്വത്താണ് കണ്ടുകെട്ടിയത്. CPM ജില്ലാ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് പരാജയ അവലോകന ചർച്ചകളിലെല്ലാം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഉന്നത നേതാക്കന്മാരും രൂക്ഷമായി വിമർശിക്കപ്പെടുകയാണ്. ഒരു കാലത്ത് കയ്യൂരും കാവുമ്പായിയും കരിവെള്ളൂരും എന്ന് കേൾക്കുമ്പോൾ ചോര തിളച്ചവർ ഇന്ന് കണ്ണൂരും കരുവന്നൂരും കാണുമ്പോൾ നാണം കെട്ട് അപഹാസ്യരായി നിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ജനം ഡിബേറ്റ് സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നു. വിപ്ലവം വാരിക്കുഴിയിലോ? ഇടതുമുന്നണി നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, സേവ് കേരള ഫോറം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM ഷാജഹാൻ, BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ MK ഹരിദാസ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും സ്നേഹാദരങ്ങളോടെ ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഹരിദാസ്, ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവന താങ്കൾ വായിച്ചു കാണും. ഉള്ളിൽ തട്ടി ആണ് അദ്ദേഹം ആ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇടത് മുന്നണിയിൽ നിന്ന് തന്നെ വിമർശനം ഉണ്ടായിരിക്കുന്നു. എങ്ങനെ കാണുന്നു ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവനയെ? മാത്രമല്ല, ഇപ്പം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പാർട്ടി ജില്ലാ കമ്മിറ്റികൾ ഇത് ചർച്ച ചെയ്യുകയാണ്, രൂക്ഷമായി വിമർശിക്കപ്പെടുകയാണ് ടീം പിണറായി. എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്? ഈ ബിനോയ് വിശ്വത്തിൻ്റെ ഈ വിളിച്ചു പറയലിൽ ഞാൻ അത്ര വലിയ ഗൗരവമൊന്നും കാണുന്നില്ല. അത് MN ഗോവിന്ദൻ നായർ സ്മാരക മന്ദിരത്തിൽ നിന്ന് AKG സെൻറ്ററിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുന്നു. അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ തിരുത്താവുന്ന കാര്യമേ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഞാനത് അപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് ഈ CPI എന്ന് പറയുന്ന പാർട്ടി ഇത്തരം അപച്യുതികളോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കാനം രാജേന്ദ്രൻ്റെ കാലം തൊട്ടിട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ളതാണ്. കാനം രാജേന്ദ്രൻ്റെ കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇദ്ദേഹം ഇത് ചാർജ് എടുത്തിട്ടും കാനം രാജേന്ദ്രനും ഇങ്ങനെ പല വിളിച്ചു പറയലുകൾ നടത്തിയിട്ടുണ്ട്. ആദ്യത്തെ പിണറായി വിജയൻ്റെ ആദ്യത്തെ 5 വർഷത്തെ ഭരണകാലത്തും പിന്നീട് അദ്ദേഹം മരിക്കുന്നത് വരെയൊക്കെ. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് എന്താ? കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ AKG സെൻറ്ററിലേക്ക് വിളിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ MB ഗോവിന്ദൻ വിളിക്കുന്നു. അതുപോലെ ബിനോയ് വിശ്വത്തിനെയും AKG സെൻറ്ററിലേക്ക് വിളിച്ച് ഒരു അടച്ചിട്ട റൂമിലിരുന്ന് സംസാരിച്ച് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും തട്ടുത്തരം പറയുന്ന വിധത്തിൽ അദ്ദേഹം തടിതപ്പും. ഇത് CK ചന്ദ്രപ്പൻ്റെയും വെളിയം ഭാർഗവൻ്റെയും കാലഘട്ടത്തിലായിരുന്നു ഇത്തരത്തിലൊരു വിളിച്ചു പറയലെങ്കിൽ അതിന് അതിൻ്റേതായ ബലം കാണുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരവസ്ഥയാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു CPI നേതാവിനെ CPI സംസ്ഥാന സെക്രട്ടറിക്ക് വിളിച്ചു പറയത്തക്ക തോതിൽ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു അധപ്പതനം നേരിട്ടുവെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സമയമാണെന്ന് നിങ്ങൾ ഈ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ള വിഷയവും ഈ സമയവും എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ നിർത്തിയില്ല. ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയത്തക്ക തോതിലുള്ള ധാർഷ്ട്യം CPM എന്ന് പറയുന്ന പാർട്ടിക്ക് വന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അന്ന് അവർക്കറിയാം, അത് പറയുമ്പോഴും അറിയാം, കോൺഗ്രസിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് രാജസ്ഥാനിൽ ഒരു സീറ്റ് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പാർട്ടി ചിഹ്നം നഷ്ടപ്പെടും. നമ്മുടെ AK ബാലൻ പറഞ്ഞതുമാതിരി ഈനാമ്പേച്ചി മരപ്പെട്ടിയൊക്കെ കൊടിയിൽ കയറി കൂടുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഈ ധാർഷ്ട്യത്തോടെ സംസാരിക്കാൻ CPM തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ആ ധാർഷ്ട്യം പതുക്കെ പതുക്കെ അണികളിലേക്കും യുവജന സംഘടനകളിലേക്കും വിദ്യാർത്ഥി സംഘടനകളിലേക്കും ഇറങ്ങിയതിൻ്റെ ദൂഷിത ഫലം കേരളം അനുഭവിച്ചത് ഒരു സിദ്ധാർത്ഥൻ്റെ മരണത്തിലൂടെയാണ് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. എന്നിട്ട് സിദ്ധാർത്ഥൻ്റെ മരണം കഴിഞ്ഞ ശേഷം അത് തിരുത്താൻ
അത് തെറ്റായിരുന്നു എന്ന് പറയാനല്ല, അതിലത്തെ പ്രതികളെ രക്ഷിക്കാനാണ് ഈ പാർട്ടി ശ്രമിച്ചത് എന്നുള്ളതിൽ നിന്ന് തന്നെ ഒരിക്കലും തിരുത്തപ്പെടാൻ ഈ പാർട്ടി ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം അനിൽ നമ്പ്യാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ, അടിത്തറ ഇളകിയ ഒരു നിർമ്മാണ പ്രവർത്തനവും, അത് ഞാൻ കെട്ടിടം എന്ന് പറയുന്നില്ല, ഒരു നിർമ്മാണ പ്രവർത്തനവും അത് അധികകാലം നിലനിന്നിട്ടുള്ള സംഭവം ഉണ്ടായിട്ടില്ല. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇന്ന് നേരിട്ടിട്ടുള്ള അപച്യുതി അതിൻ്റെ അടിത്തറ ഇളകി കിടക്കുകയാണ്. ഒന്നാം നിര രണ്ടാം നിര നേതാക്കൾ ഒരു സാമ്പത്തിക സ്രോതസ്സായിട്ട് രാഷ്ട്രീയത്തെ കാണുകയും CPM എന്ന് പറയുന്ന പാർട്ടി, അതായത് കമ്മ്യൂണിസത്തെ കാണുകയും ചെയ്ത ഒരു അവസ്ഥ കേരളത്തിൽ സംജാതമായതാണ് ഈ പാർട്ടിക്ക് ഇന്ന് നേരിടാനുണ്ടായിട്ടുള്ള, ഇപ്പം നിങ്ങൾ പറയില്ലേ വാരിക്കുഴിയിൽ വീഴാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് കേടുവന്ന വാഹനം വലിച്ചു കൊണ്ടുപോകുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ചില ഡ്രൈവർമാർ തങ്ങളുടെ ഡ്രൈവിങ്ങിൻ്റെ സ്കിൽനെസ് തെളിയിക്കുന്നൊരു സംഭവമുണ്ട്, ഞാനാണ് വലിയ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട്. അതുപോലെയാണ് ഇന്ന് CPM-ൻ്റെ അവസ്ഥ. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, അണികളെ ഉപദേശിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ കൊലപാതകം ചെയ്തു 1 2 3 എന്ന് പറഞ്ഞ് അടിച്ചു കൊന്നു എന്നൊക്കെ പറയുന്ന മണിയെയും അതിൻ്റെ ഏറ്റുപിടിച്ചുകൊണ്ട് പറയുന്ന MP ഗോവിന്ദനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ കൊലപാതക രാഷ്ട്രീയത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കപ്പെടുമെന്നാണ് ഇവർ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മണിയും MP ഗോവിന്ദനും പറഞ്ഞത് തിരുത്താൻ ഇവർ തയ്യാറായിട്ടില്ല. ഇങ്ങനെയല്ല പറയേണ്ടത് എന്ന് പറയാൻ തയ്യാറായിട്ടില്ല. മണിയുടെ അസഭ്യം പുലയാട്ട് പറച്ചിലിന് പരമാവധി പ്രോത്സാഹനം കൊടുക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇന്നും. എന്നിട്ടും ഇരുട്ടിൽ തപ്പുന്നു. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളതിനൊരു കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ മീറ്റിംഗ്, സംസ്ഥാന കമ്മിറ്റിയിൽ മീറ്റിംഗ്, ജില്ലാ കമ്മിറ്റിയിൽ മീറ്റിംഗ്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു? നമ്മളുടെ ധാർഷ്ട്യവും നമ്മളുടെ കെടുകാര്യസ്ഥതയും നമ്മുടെ പിടിപ്പുകേടും നമ്മുടെ ധൂർത്തും നമ്മളെ തോൽവിയിലേക്ക് എത്തിച്ചു എന്നുള്ള ഒരൊറ്റ വരി ജനങ്ങൾ നോക്കൂ. MT വാസുദേവൻ നായർ ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് M മുകുന്ദൻ ഏറ്റുപിടിച്ചു. പാർട്ടിയുടെ എല്ലാവിധ ഔദാര്യങ്ങളും പിടിച്ചു പറ്റുന്നവനാണെങ്കിൽ പോലും സച്ചിദാനന്ദൻ പറഞ്ഞത് എന്താ? ഈ പാർട്ടി മൂന്നാമത് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടും ഇത്തരത്തിൽ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ പാർട്ടി തയ്യാറായില്ല. അണികൾ അവർക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയ വഴിക്ക് നിങ്ങൾ മൈക്ക് നീട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഈ പാർട്ടിയെ പറ്റിയിട്ടും ഈ പിണറായി വിജയനെ പറ്റിയിട്ടും എടുത്ത് ജനങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത്? അത് കേൾക്കാനും പാർട്ടി തയ്യാറായില്ല എന്ന് പറയുമ്പോൾ എങ്ങോട്ടായിരുന്നു ഈ പാർട്ടിയുടെ പോക്ക്? ഒരു മിനിറ്റിലൊരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് അവസാനിപ്പിക്കാം അനിൽ നമ്പ്യാർ. കാരണം എന്നേക്കാൾ ഈ പാർട്ടിയുടെ അപച്യുതിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ തയ്യാറായിരിക്കുന്ന ഷാജഹാൻ എൻ്റെ തൊട്ടടുത്തിരിക്കുമ്പോൾ ഈ പാർട്ടിയുടെ കഴിഞ്ഞകാല പിന്നാമ്പുറ കഥകൾക്ക് പറയാൻ പ്രസക്തിയില്ല. ഒരു ചൈനീസ് കഥയാണ്. രാജകൊട്ടാരത്തിലെ സുഖലോലുപതയിൽ കഴിയുന്ന ഒരു രാജാവ് ജനങ്ങൾ കൃത്യമായി നികുതി കൊടുക്കുന്നുണ്ട്. ആ നികുതി പണം കൊണ്ട് ധൂർത്തനായി തൻ്റെ ഒരുപാട് ഭാര്യമാരോട് കൂടിയിട്ടൊക്കെ സുഖിച്ച് കഴിയുന്ന രാജാവ് തനിക്ക് പുറമെ തൊട്ടടുത്തുള്ള തൻ്റെ രാജ്യത്തോട് അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സമ്മാനപ്പൊതികളൊക്കെ സ്വീകരിച്ച് അവരൊക്കെ തൻ്റെ ആൾക്കാരാണെന്നുള്ള വിശ്വാസത്തിൽ സുഖലോലുപതയിൽ അങ്ങനെ കഴിയുമ്പോഴാണ് മനസ്സിലായത് ഈ സമീപ രാജ്യങ്ങളിലെ രാജാക്കന്മാരെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഈ രാജാവിനെതിരെ പട നയിക്കുകയായിരുന്നു. അങ്ങനെ യുദ്ധം ആരംഭിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പടനായകന്മാർ രാജാവിനെ ധരിപ്പിച്ചു, നമ്മുടെ പട്ടാളക്കാരെല്ലാം ഒരുവിധം മരിച്ചു കഴിഞ്ഞു, രാജാവിന് ഇരിക്കപ്പുറതിയില്ലാതെ രാജാവ് പട നയിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം ഒരുപാട് പട്ടാളക്കാരെ അദ്ദേഹം കൊന്ന്. പക്ഷെ അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശകർ പറയുന്നത്, അങ്ങ് കൊന്നതൊക്കെ അങ്ങയുടെ പട്ടാളക്കാരെയാണ്. കാരണം സ്വന്തം പട്ടാളക്കാരെ തിരിച്ചറിയാൻ പോലും ഈ രാജാവിന് ഈ സുഖലോലുപതയിൽ കഴിഞ്ഞിട്ട് സാധിച്ചില്ല. അങ്ങ് ശത്രുരാജ്യത്തിൻ്റെ ഒരു പട്ടാളക്കാരെ പോലും ഈ നേരം വരെ യുദ്ധം ചെയ്തിട്ട് കൊന്നിട്ടില്ല എന്നുള്ളത് ഒരു ചൈനീസ് കഥയാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. നിലവിൽ കേരളത്തിൻ്റെ രാജാവ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്ക് ചുറ്റും നിൽക്കുന്ന സ്തുതിപാഠകർ പറയുന്നത് മാത്രമാണ് സത്യം. അദ്ദേഹത്തെ വിമർശിക്കുന്നവരൊക്കെ കമ്മ്യൂണിസ്റ്റ് വിരോധികളും ഇടതുവിരോധികളുമാണ്. എനിക്ക് അനുകൂലമായി സ്തുതി പാടുന്നവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു രാജാവ് കേരളത്തിൽ ഭരിക്കുന്നിടത്തോളം കാലം ഈ പാർട്ടിക്ക് നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ അനിൽ നമ്പ്യാർ. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ചീത്തപ്പണത്തിൻ്റെ അജ്ഞാനുവർത്തികളായ അധോലോകത്തെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തെ ഒറ്റുകൊടുക്കുന്നവരാണ്, അവർക്ക് മാപ്പില്ലെന്ന് പ്രഖ്യാപിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു പറയുന്നത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. CPI പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ് NCPയുടെ നിലപാട് എന്താണ്? ഏതെങ്കിലും കാര്യത്തിൽ
ഒരു സമൂഹത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു പാർട്ടി പ്രവർത്തിക്കുന്നു എന്ന് കണ്ടാൽ അതിനോട് എല്ലാ ഘടകകക്ഷികളും അനുകൂലമായി പ്രതികരിക്കണം എന്നൊന്നും ആർക്കും ശാഠ്യം പിടിക്കുകയില്ല. ആരും ശാഠ്യം പിടിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ശാഠ്യം പിടിച്ചാൽ അതിനെ പാർട്ടികൾ അംഗീകരിക്കണം എന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അത്തരം നിലപാടുകളിൽ ഈ പറയുന്ന വസ്തുതകൾ ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിച്ചറിയാനുള്ള കഴിവ് എനിക്കില്ലാത്തത് കൊണ്ട് ഞാനതിനെ ശരിയെന്നും തെറ്റെന്നും പറയുന്നില്ല. ശരിയാണെങ്കിൽ അത് അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത, അംഗീകരിക്കാത്ത, ചോദ്യം ചെയ്യപ്പെടേണ്ടുന്നതായ നടപടികൾ തന്നെയാണ് എന്നാണ് NCPയുടെയും എൻ്റെയും ഒക്കെ അഭിപ്രായങ്ങൾ. അതൊരു കീഴടങ്ങലോ അല്ലെങ്കിൽ അതിനോട് ഒരു എതിർക്കലോ ഒന്നുമല്ല. എല്ലാ കാര്യങ്ങളിലും ഈ നാട്ടിലെ സമൂഹം അംഗീകരിക്കുന്ന പ്രവൃത്തികളെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സമൂഹത്തിനോട് ബാധ്യതയുണ്ട്. ബാധ്യത മാത്രമല്ല, കടപ്പാടുണ്ട്. അവർ സമൂഹത്തിന് വിധേയരായി പ്രവർത്തിക്കേണ്ടുന്ന ആളുകൾ തന്നെയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയും. അത്തരം രാഷ്ട്രീയ പാർട്ടികളിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന ആക്ഷേപം കേൾക്കുന്നത് തന്നെ അപമാനകരമാണ്. ആ അപമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വസ്തുതയായിരിക്കാം ശ്രീമാൻ ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ഞാൻ ഇവിടെ പരാമർശിക്കാനോ വിശദീകരിക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു രാജ്യത്തിൻ്റെ സാമൂഹ്യ മനസാക്ഷിക്ക് യോജിക്കാൻ കഴിയാത്ത നിലപാടുകൾ ഏതെങ്കിലും പാർട്ടികൾ സ്വീകരിക്കുമ്പോൾ ആ പാർട്ടിയെ ജനം തിരസ്കരിക്കും എന്ന ഒരു പൊതുതത്വം ഞാനിവിടെ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, കണ്ണൂരിൽ നിന്നും കരുവന്നൂരിൽ നിന്നും വരുന്ന വാർത്തകൾ വിശ്വാസ്യ യോഗ്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് താങ്കൾക്കില്ല എന്ന് താങ്കൾ പറഞ്ഞു. ഇത്രയും മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ കള്ളം പറയണോ? താങ്കൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയില്ലേ? കോഴിക്കോടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ, അല്ലേ? ഇതെപ്പോൾ കേൾക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ പലരും പാർട്ടിയിൽ കൂടെ, അതായത് ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ അതുപോലെ കള്ളക്കടത്ത് സംഘത്തിൻ്റെ കൂടെ ഒരു കാലത്ത് നടന്നവർ, അവർ ഒരു പക്ഷെ കരുതി കാണും ഇതെല്ലാം അവസാനിക്കും അല്ലെങ്കിൽ അവസാനിപ്പിക്കും എന്ന്. പക്ഷേ പാർട്ടിയിൽ പരാതി നൽകിയിട്ടും പാർട്ടിയിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടും നടപടികളൊന്നും ഉണ്ടാവുന്നില്ല. മേൽത്തട്ടിലേക്ക് പരാതി അയക്കുന്നു, പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ പരാതി കൊടുക്കുന്നു, പക്ഷേ സംസ്ഥാന സെക്രട്ടറിയും പരാതി അവഗണിക്കുന്നു. പിന്നെ സ്വയം പാർട്ടിയിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. മനു തോമസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നോക്കൂ, ഈ അപജയം എല്ലാം നേരിട്ട് മനസ്സിലാക്കിയിട്ടും അതിൽ യാതൊരു നടപടിയും എടുക്കാതെ കള്ളക്കടത്തുകാരുടെയും കൊട്ടേഷൻ സംഘങ്ങളുടെയും ഒപ്പം നിലയുറപ്പിക്കാൻ ഒരു പാർട്ടി തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഏതർത്ഥത്തിലാണ് കാണേണ്ടത് പൊതുസമൂഹം? ഏതർത്ഥത്തിലാണ് അതിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? അല്ല, ഞാൻ എൻ്റെ ഒരു നിലപാട് കൂടി എൻ്റെ പ്രിയ സ്നേഹിതൻ അനിൽ നമ്പ്യാരോട് പറയേണ്ടതായി വന്നു എന്നത് ആണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഞാൻ കള്ളം പറയില്ല, കള്ളം പറയുന്നൊരു രീതിയും എനിക്കില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങളിൽ വ്യക്തമായും വ്യക്തിപരമായുമുള്ള ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കുറ്റപ്പെടുത്തുകയോ അംഗീകരിക്കുകയോ ചെയ്യുകയുള്ളൂ. ഒന്ന്, ഒരു വ്യക്തി മദ്യപാനിയാണെന്നുള്ളത്, ഒരു വ്യക്തി വ്യഭിചാരിയാണെന്നുള്ളത്, ഒരു വ്യക്തി സാമ്പത്തിക കുറ്റം ചെയ്യുന്ന ആളാണെന്നുള്ളത്. അങ്ങനെ മൂന്ന് കാര്യങ്ങളിൽ എനിക്ക് വ്യക്തിപരമായി ബോധ്യം വരാത്തിടത്തോളം കാലം അത് അങ്ങനെയുള്ള ആളാണ് എന്ന് ഞാൻ പറയാറില്ല സ്വതവേ. പക്ഷേ ഇതല്ല, ഇത് അതിനെ താരതമ്യപ്പെടുത്തേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വസ്തുതയുടെ നേരും ശരി തെറ്റും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല, ഇതൊക്കെ വെറുതെ കളവായ പ്രചരണമാണ് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെയാണ് എൻ്റെ വിവക്ഷ. അത് ആ രൂപത്തിൽ അതിനെ എടുക്കാൻ അങ്ങയുടെ മനസ്സങ്ങയെ അനുവദിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതല്ലാത്ത ഒരു സമീപനത്തിലേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷേ ഒരു വീഴ്ചയിൽ അടച്ചാക്ഷേപിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്
ഏതെല്ലാം കാര്യങ്ങളിലാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് വേണ്ടത്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ജാതി സമൂഹമോ ഏതെങ്കിലും മതസമൂഹമോ കൈവിട്ടതിൻ്റെ പേരിലാണ് എന്ന ഒരു സമീപനം കൊണ്ട് ഈ വീഴ്ചയെ ആർക്കെങ്കിലും ഓട്ടയടക്കാൻ കഴിയുമെന്ന് തോന്നാത്ത ഒരാളാണ് ഞാൻ. മറിച്ച് ഇന്നലെ വരെ സമൂഹത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തനത്തിൻ്റെ കൂടെ നിന്നിരുന്ന ധാരാളം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ആ പ്രസ്ഥാനത്തെ താൽക്കാലികമായി കൈയൊഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ താൽക്കാലികമായി കൈയൊഴിഞ്ഞ പശ്ചാത്തലത്തിൽ ആദ്യത്തെ ഒരു പരാജയത്തിൻ്റെ പേരിൽ ഇങ്ങനെ ആക്ഷേപിക്കേണ്ടുന്ന ഒരു മാർഗമില്ല. പക്ഷെ തിരുത്തേണ്ടവർ തിരുത്തുക തന്നെ വേണം എന്ന അഭിപ്രായം അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഇത്തരം ആക്ഷേപങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ എൻ്റെ പാർട്ടിയോ എന്നെപ്പോലെയുള്ള ചെറു പാർട്ടിയോ വിചാരിച്ചാൽ മതിയാവില്ല. ആ മുന്നണിയെ നയിക്കുന്ന പാർട്ടി തന്നെ വിചാരിക്കണം. ആ പാർട്ടിക്കകത്തുനിന്നുണ്ടാകുന്ന അപശബ്ദങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ നിശബ്ദമാക്കുക എന്നല്ല, അത്തരം കാര്യങ്ങൾക്കുള്ള കാരണമുണ്ടാകാതിരിക്കുക എന്നതാണ് ഞാൻ ഇല്ലായ്മ ചെയ്യുക എന്ന് വിവക്ഷിക്കുന്നത്. അങ്ങനെ ഇല്ലായ്മ ചെയ്യാനുള്ള നേതൃത്വ പാഠവും ക്രാന്തദർശിത്വവും CPM-നെ സംബന്ധിച്ചിടത്തോളവും ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും അനിവാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, കരുവന്നൂരിൽ 300 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് അല്ലേ? ഇപ്പോൾ കരുവന്നൂരിൽ പാവപ്പെട്ടവരുടെയും അധസ്ഥിതരുടെയും പാർട്ടിയായിട്ടുള്ള CPM ഏകദേശം 3/4 കോടി രൂപ കൈപ്പറ്റി എന്നാണ് ഇപ്പോൾ ED കഴിഞ്ഞ ദിവസം നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് 73.62 ലക്ഷം രൂപ. അത് CPM ആണ് കേട്ടോ പങ്ക് പറ്റിയത്. അതടക്കം 29.2929 കോടി രൂപയുടെ സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടി ED ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇപ്പം മറ്റുള്ളത് CPM-ഉമായിട്ട് ചേർന്ന് നിൽക്കുന്നവർ മാത്രമല്ല, ഈ കേസിലെ ഒന്നാം പ്രതിയുടെ ബിനാമികൾ, അവരുടെ സ്വത്തുക്കളൊക്കെയാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇത് താൽക്കാലികമായിട്ടുള്ള കണ്ടുകെട്ടൽ ഉത്തരവ് ആണ്. എന്തായാലും നഷ്ടപ്പെട്ട 300 കോടി തിരിച്ചു പിടിക്കേണ്ടത് ഉണ്ട്. ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ പണ്ട് ഈ കയ്യൂര്, കരിവെള്ളൂർ, കാവുമ്പായി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ചോര തിളക്കുമായിരുന്നു സഖാക്കന്മാരുടെ. ഇപ്പോൾ കണ്ണൂര്, കരുവന്നൂര് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ നിശബ്ദരായി ഇരിക്കാൻ സഖാക്കന്മാർ വിധിക്കപ്പെട്ടിരിക്കുന്നു. ശരിയല്ലേ? സഖാക്കന്മാർ അത് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണെങ്കിൽ അവര് അത് ന്യായീകരിക്കുകയും ചെയ്യുന്നു. ഒരു കാരണവശാലും കരുവന്നൂര് വിഷയം സത്യസന്ധമായിട്ടുള്ള ഇവരുടെ തട്ടിപ്പുകളും ഇവരുടെ നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് വിവിധ ആളുകളെ മുഖങ്ങളെ വെച്ച് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടും ജനങ്ങളെ എതിർത്തുകൊണ്ട് ഇവർ ചെയ്ത കാര്യം ശരിയായിരുന്നു എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു ഉളുപ്പുമില്ലാതെ വന്ന് പറഞ്ഞ നേതാക്കന്മാരാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരുടെ വിധി അവർ അനുഭവിക്കുകയോ അനുഭവിക്കാതിരിക്കുകയോ അവർക്ക് അതിനോട് വിധിക്കപ്പെട്ടത് എന്തോ ആയിക്കോട്ടെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയുടെ അപജയം അല്ലെങ്കിൽ ആ സംഘടനയുടെ കേരളത്തിന്റെ വളർച്ച മുരടിച്ചു തുടങ്ങിയത് ഇന്നും ഇന്നലെയോ ഒന്നുമല്ല. അത് ബിനോയ് വിശ്വം ഈ കാര്യം പറയുന്നു. ബിനോയ് വിശ്വം ഒരു സൂത്രക്കാരനും കൂടിയാണ്. കാരണം അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് വന്നിട്ട് വേണ്ട എന്ന് വിചാരിച്ച് വഴി പറഞ്ഞു തുടങ്ങുക. തെല്ലോളം ആത്മാർത്ഥത അവരുടെ രാഷ്ട്രീയ സംഘടനയ്ക്ക് പൊതുസമൂഹത്തിനോട് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അവരുടെ സമൂഹത്തിന്റെ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഒന്നാം പിണറായി സർക്കാർ ചെയ്തു വെച്ച സകലവിധ വൃത്തിഹീനമായ പ്രവർത്തികൾക്കും കാലം രാജ്യത്തിന് കൂട്ടുന്നല്ലോ. അതിനുശേഷം വന്ന് ബിനോയ് വിശ്വം ഒരു വരി പറഞ്ഞു. ഈ വരിക്ക് യാതൊരുവിധ ആയുസ്സുമില്ല എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിന്റെ സമീപകാല രാഷ്ട്രീയങ്ങൾ ചരിത്രങ്ങളൊക്കെ പഠിച്ചു നിൽക്കുന്നത് നമുക്കറിയാം. ഇവിടെ ഉണ്ടാകുന്ന വിഷയമാണ് ഒരു രാഷ്ട്രീയ സംഘടന നിലനിൽക്കുന്നത് ഒന്നുകിൽ അതിന്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ആശയവും പ്രത്യയശാസ്ത്രവും അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന ശൈലിയും ഒക്കെ കൊണ്ട് ജനങ്ങളിലേക്ക് എത്രത്തോളം അവർ പറയുന്ന കാര്യങ്ങൾ ആഴത്തിൽ ചെന്നിറങ്ങുകയും എത്ര ജനങ്ങൾ അവരുടെ സാമ്പത്തിക പരിഷ്കാരമായിക്കോട്ടെ, അവരുടെ ഭരണ പരിഷ്കാരമായിക്കോട്ടെ, അവരുടെ പ്രത്യയശാസ്ത്രവും അവരുടെ ആശയവും മൂല്യവും ഒക്കെ ഇതിനോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെ എത്രത്തോളം ആഴത്തിൽ ഇറങ്ങുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് രാഷ്ട്രീയ സംഘടന വളർച്ച. ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയ്ക്ക് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. സാമ്പത്തികപരമായിട്ടുള്ള പരിഷ്കാരങ്ങളോ സാമ്പത്തികപരമായിട്ടുള്ള നയങ്ങളോ വിദ്യാഭ്യാസപരമായിട്ടുള്ള നയങ്ങളോ കാർഷികപരമായിട്ടുള്ള നയങ്ങളോ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലനിൽപ്പുകളോ മൂല്യങ്ങളോ ആശയങ്ങളോ ഒന്നുമില്ല.
പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിക്കൊണ്ട് ജാതിയെ കൂട്ടുപിടിച്ചിട്ടാണോ നിൽക്കേണ്ടത് എങ്കിൽ ജാതിയുടെ കൂടെ, മതത്തെ കൂട്ടുപിടിക്കണോ എങ്കിൽ മതത്തിന്റെ കൂടെ, ക്രിമിനൽ സംഘങ്ങളെ കൂട്ടുപിടിക്കണോ എന്നാൽ ക്രിമിനൽ സംഘങ്ങളുടെ കൂടെ, സ്മഗ്ലേഴ്സിനെ കൂട്ടുപിടിക്കണോ എന്നാൽ സ്മഗ്ലേഴ്സിന്റെ കൂടെ, ഇനി സ്ത്രീ ശാക്തീകരണത്തിനെതിരായി പ്രവർത്തിക്കണോ അവർക്ക് കൂടെ, വിശ്വാസികൾക്കെതിരായി നിൽക്കണോ അവർക്ക് കൂടെ എന്ന് പറഞ്ഞാൽ അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിച്ച് അധികാര പ്രവർത്തനം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലേക്ക് കൂടുന്ന ഒരു കൂട്ടം നേതാക്കന്മാരുടെ കൂട്ടായ്മയായിട്ട് ഇടതുപക്ഷം അപജയിച്ചിട്ട് കുറെ കാലമായി ആ നാശത്തിന്റെ പാതയിലേക്ക് പോയി തുടങ്ങി. നമ്മൾ ഇവിടെ എന്തിന് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിന് അധികാരം പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർ നടത്തുന്ന സകലവിധമായിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളെയും സഹിക്കേണ്ടുന്ന ഒരു അവസ്ഥ കേരള ജനതയ്ക്കുണ്ട്. നോക്കൂ, കരിവന്നൂർ ബാങ്ക് എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസ് രാഷ്ട്രീയ സംഘടനയും അതിലൊരു പരിധി വരെ പഠിച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ, അവരുള്ള നിരവധി സ്ഥലങ്ങളിൽ ഇതേ പ്രശ്നങ്ങളുണ്ട്. അവരുടെ നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന നിരവധി ബാങ്കുകളിൽ ഇതേ പ്രശ്നങ്ങളുണ്ട്. അതിലേക്ക് എത്തുമ്പോൾ ഇവരുടെ നിലപാട് എന്താകുമെന്ന് ഭയന്നിട്ട് കോൺഗ്രസും ഒരു പരിധി വരെ കരുവന്നൂർ വിഷയം ആത്മാർത്ഥമായിട്ട് എടുത്തിട്ടില്ല. BJP അന്നും ഇന്നും ഒക്കെ പറഞ്ഞത് സഹകരണ സംഘങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഈ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളെ ഉപയോഗിക്കുന്ന ഈ പ്രവർത്തന രീതി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവരെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് BJP എത്ര വർഷം മുൻപ് പറയുന്നു. CPM എന്നല്ല, ഇടതുപക്ഷ രാഷ്ട്രീയ ചിന്താധാരകൾ പരിപൂർണമായി ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്ന സാഹചര്യം വരുമെന്നും നമ്മൾ എത്ര കാലം മുൻപ് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളതാണ്. അന്നൊക്കെ പുച്ഛിച്ചവർ ഇന്നത് യാഥാർത്ഥ്യമാകുമ്പോൾ അതായിരുന്നു ശരി എന്ന് മനസ്സിലാക്കുന്നു എന്ന് മാത്രം. ഇവരുടെ നിലപാടുകൾ എന്താണ്? ക്രിമിനൽ ആളുകളുള്ളവരുടെ നിലപാട് എന്താ? ഇവരുടെ പാർട്ടിയുടെ അണികൾ ചെയ്യുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിനോട് ഇവരുടെ നേതാക്കന്മാരുടെ നിലപാട് എന്താ? ഇവരുടെ വിദ്യാർത്ഥി സംഘടന ഈ 8 വർഷക്കാലം അല്ലെങ്കിൽ 9 വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇത്ര കാലം ഇവരുടെ വിദ്യാർത്ഥി സംഘടനയും ഇവരുടെ യുവജന പ്രസ്ഥാനങ്ങളും കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ എന്തൊക്കെയാ കേരളത്തിൽ? ഇവരുടെ പോലീസ് എന്ത് നിലപാടെടുത്തു? ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ബഹുമാനായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തര കസാര ചെങ്കോൽ കയ്യാളിയ നാൾ മുതൽ ഇന്ന് വരെ ഈ കേരളത്തിൽ നടമാടിയിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസുകളും സ്ത്രീകളോടുള്ള കൺഫ്യൂഷൻസുകളും പൊതുസമൂഹത്തിനോട് ഉള്ള ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന ആളുകളെയും അഴിഞ്ഞാട്ടത്തിന് കടിഞ്ഞാണിടാൻ സാധിച്ചുവോ ഇല്ലയോ? എന്തുകൊണ്ടാണ്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിന് തയ്യാറല്ലാത്ത നിരവധി കാര്യങ്ങൾ കണ്ണാടിയിൽ നോക്കി അദ്ദേഹം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരമില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ നടക്കുന്നത് എന്താണ്? പിണറായിയും സംഘവും ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ സംസ്ഥാന സെക്രട്ടറിയാക്കി വെക്കുക. അദ്ദേഹം ഇവർക്ക് നേരെ തിരിഞ്ഞാൽ ഇവർ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കീഴിലേക്ക് എല്ലാ സംവിധാനവും കൊണ്ടുവന്ന് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു നാടിനെ തന്നെ പഴി കൊടുക്കുന്ന അല്ലെങ്കിൽ ഒറ്റ കൊടുക്കുന്ന അല്ലെങ്കിൽ പണയപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങിയവരുടെ പരാജയം ഒരു സംശയവും വേണ്ട. കേരള സമൂഹം അവരെ തിരസ്കരിച്ചിരിക്കുന്നു. ഇന്ന് കണ്ണൂർ ലോബി, ആ ലോബി, ഈ ലോബി, ഒരു ലോബിയും വേണ്ട എന്ന് നമ്പിയാരെ കേരളത്തിലെ ജനങ്ങൾ ആ തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 19 സീറ്റ് പോലെയല്ല ഈ 19 സീറ്റ്. ഈ 19 സീറ്റ് ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്നതിന്റെ അപ്പുറത്തെ വളർച്ച കൂടി നിങ്ങൾ പഠിക്കണം. ആ പഠനമാണ് എല്ലാ തവണയും CPM ദുരന്തം സഹായിക്കില്ല. പ്രകൃതി ദുരന്തങ്ങളിലൂടെ മാത്രം അധികാര കസേരയിൽ നിലനിൽക്കാൻ 2ാം മൂഴം കിട്ടിയ ഒരു പാർട്ടിയാണ് എല്ലാ ജനങ്ങളെയും പഠിപ്പിക്കാൻ വരുന്നത്. അതുകൊണ്ട് ഇന്ന് ജനങ്ങൾ അത് തിരിച്ചു, വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ, ഇവരുടെ ഒരു തന്ത്രമായിരുന്നു എന്താ? വിദ്യാഭ്യാസമുള്ള ജനങ്ങളെ അടിച്ചമർത്തുകയും അവരെ ഈ ഭരിക്കുന്നവന്റെ തന്ത്രമായിരുന്നു ഭരിക്കപ്പെടുന്നവനെ വിജ്ഞാനത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത്. ആ തന്ത്രം ഇവർ നിലനിർത്തി പോന്നിരുന്നു. ഇന്ന് അവർക്ക് അത് സാധിക്കുന്നില്ല. കാരണം യുവജനങ്ങൾ അടക്കമുള്ള ആളുകൾ അതിനു മേലെ ഇവരോട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ നിലനിൽപ്പ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയുടെ വാല്യൂ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ പോയിട്ട് കുറെ കാലമായി 1.something വോട്ടുകൾ മാത്രം നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനങ്ങൾ അവർ പരിപൂർണമായി തിരസ്കരിച്ചു. ബംഗാൾ പൂർണ്ണമായി തിരസ്കരിച്ചു. ഇതും ത്രിപുരയെ പരിപൂർണമായി തിരസ്കരിച്ചു. പിന്നെ ഇവരുടെ ഈറ്റില്ലം എന്ന് പറയപ്പെടുന്നത് കേരളമാണ്. ഇന്ന് കേരളത്തിലെ ഒരു സീറ്റിലേക്ക്, തൊട്ട് മുൻപിലും ഒരു സീറ്റിലേക്ക് ഇത്യാദി ഇനി വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ നമ്പ്യാർ കണ്ടുള്ളൂ. ആ പോട്ടിയുടെ കൂടി കണ്ടാൽ ഒരു കാര്യം മനസ്സിലാകും. ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്നത് കേരളത്തിന്റെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് ഒതുങ്ങിക്കൂടാൻ അവർ തയ്യാറായിരിക്കുന്നു എന്നല്ല അതിലേക്ക് നടത്തം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള വിലയിരുത്തലുകൾ. ഈ സംഘടനയിൽ യൂട്യൂബിൽ ഞങ്ങളുടെ ഡിബേറ്റ് കാണുന്ന ചില പ്രേക്ഷകർ അവർ ചില സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് നോക്കൂ, ഈ കരുവന്നൂരിൽ നേരത്തെ മുൻ മന്ത്രി AC മൊയ്തീൻ്റെ സ്വത്ത് കണ്ടുകെട്ടി. AC മൊയ്തീൻ അപ്പീലൊന്നും പോയിട്ടില്ല.
മാത്രമല്ല ഇപ്പോൾ എം വർഗീസ് അദ്ദേഹമാണല്ലോ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി. എം വർഗീസിനെ പലതവണ ED വിളിപ്പിച്ചതാണ്. അതുപോലെ CPM-ൻ്റെ മുൻ MP PK ബിജുവിനെയും പലതവണ വിളിപ്പിച്ചു. അവിടുത്തെ കൗൺസിലർ അനൂപ് ഡേവിസ് ഗാഡ തുടക്കം മുതൽ ED ഓഫീസ് കയറി ഇറങ്ങി നടക്കുക. ഇപ്പോൾ ഒരു ഭാഗത്ത് സ്വത്ത് കണ്ടു കെട്ടി എന്നൊക്കെ പറയുന്നു. ഈ മൊയ്തീൻ തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ മൊയ്തീൻ്റെ ഏകദേശം 40 ലക്ഷം രൂപയുടെ സ്വത്ത് കണ്ടു കെട്ടിയിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് മൊയ്തീനെ, അതുപോലെ ഈ ബിജുവിനെ, എം വർഗീസിനെ, അതുപോലെ അനൂപ് ഡേവിസ് ഗാഡയെ, ഇവരെല്ലാം CPM-ൻ്റെ അവിടുത്തെ നേതാക്കന്മാരാണ്, എന്തുകൊണ്ടാണ് ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താത്തത്? ഇപ്പോഴും ഒരു ലോക്കൽ കമ്മിറ്റി അംഗം മാത്രമേ പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ, പിണറായിയെ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ പിണറായി മാധ്യമങ്ങൾ വിമർശിക്കുമ്പോൾ പിണറായി ഭക്തർ എന്താ പറയുന്നത്? നിങ്ങൾ ഒരുപാട് കേസുകൾ, ഒരുപാട് നിങ്ങളുടെ ഏജൻസികൾ, കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ടുണ്ടല്ലോ. കള്ളക്കടത്ത് കേസ് കസ്റ്റംസ് അന്വേഷിച്ചു, NIA അന്വേഷിച്ചു, അതുപോലെ CBI അന്വേഷിക്കുന്നുണ്ട് ഇപ്പോഴും ചില കേസുകൾ. നിങ്ങളെന്താ പിണറായിയെ തൊടാത്തതെന്ന് ചോദിക്കുന്നത്. ഇതാ യൂട്യൂബിൽ ഈ ചർച്ച കാണുന്ന പ്രേക്ഷകരാണ് ചോദിക്കുന്നത്. അതിനൊരു വ്യക്തമായിട്ടുള്ള മറുപടി വേണ്ടേ? ഒരു ഭാഗത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്വത്ത് വകകൾ കണ്ടുകെട്ടുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ CPM നേതാക്കന്മാരെ തൊടാൻ അവർ അറയ്ക്കുന്നത്? എന്താ അവിടെ ഒരു പേടി ഉണ്ടോ? നോക്കൂ, ഇവിടുത്തെ കേരളത്തിലെ കേന്ദ്ര ഏജൻസികളെയും CPM കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്. എനിക്കും നേരത്തെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിന് അറിയാലോ. ഇവിടെ സഖാക്കന്മാരാണ് കേന്ദ്ര ഏജൻസികളിൽ കയറി പറ്റിയിരിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ കൂടി BJPയുടെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ താങ്കൾ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവരുടെ ഈ വിമർശനങ്ങൾ കൂടി മുഖവിലക്ക് എടുക്കുക. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പോ അങ്ങ് ഒരു കാര്യം ചോദിച്ചു, ഞാനിവര് പറഞ്ഞതിന് മറുപടിയായിട്ട് അല്ലെങ്കിൽ ചോദ്യമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത ഇന്ന് മുതൽ ആഭ്യന്തര മേഖല തകർന്നു. അതുപോലെ കേന്ദ്ര ഏജൻസികളും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പിന്നോക്കം അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള അദ്ദേഹത്തിന് ചോദ്യം. നമുക്ക് ഒരാളെ തല്ലിക്കൊല്ലുകയും ഒരാളെ വെട്ടിക്കൊല്ലുകയും ഒരാളെ ബലാത്സംഗം ചെയ്തു കൊല്ലുകയും സമൂഹത്തിന് ദോഷകരമായ പ്രവർത്തികൾ കൺമുമ്പിൽ ഉണ്ടാകുകയും അതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ പ്രതിയെ ഓടിപ്പോയി കയ്യാമം വെച്ച് പിടിച്ച് വണ്ടിയിൽ കയറ്റിയിട്ട് പോകുന്ന പ്രവർത്തി കൊട്ടേഷൻ സംഘങ്ങൾ ചെയ്യുന്ന പോലെ പ്രവർത്തികൾ നിർത്തുന്ന പോലെയല്ല ഇതുപോലെയുള്ള വിഷയം. കരിവന്നൂർ പോലെയുള്ള നിരവധി സഹകരണ സംഘങ്ങളടക്കമുള്ള നിരവധി കേസുകൾ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയുടെ സകലവിധ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും മുന്നിൽ നിന്നുകൊണ്ട് സകല ഒത്താശയും ചെയ്തു കൊടുത്ത് അവരിലേക്ക് എത്തിക്കാൻ അവരെടുത്തിട്ടുള്ള ഒരു ശ്രമവും പ്രയത്നവും കണ്ടെത്തി വരുന്ന ഒരു സമയമുണ്ട്. സ്വാഭാവികമല്ല, ഒരു കേസ് ചെറിയ കാര്യമല്ലല്ലോ. ചെറിയ കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നിർത്തിപ്പോയിട്ടില്ല, അന്വേഷണം നിർത്തിപ്പോയിട്ടില്ല എന്ന് ബഹുമാനായ ശ്രീ അനിൽ നമ്പ്യാർക്ക് പറയാം. അതിന്റെ പ്രോസസ് ഭംഗിയായി നടക്കുന്നുണ്ട്. ആ പ്രോസസ് ഭംഗിയായി വിലയിരുത്തുന്ന സംവിധാനവും കേന്ദ്ര സർക്കാരിനുണ്ട്. BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ സംഘടന ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് ആരും ഇതിനെ ചിത്രീകരിക്കേണ്ട. ഒരു കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആ സർക്കാരിന്റെ വ്യക്തികൾ അത് വളരെ കൃത്യമായി തന്നെ പഴുതുകൾ അടച്ചുകൊണ്ട് തന്നെ കൃത്യമായ നിലപാടുകൾ എടുത്തു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ BJPക്ക് അങ്ങനെ ഒരാളോട് ഉപദ്രവിക്കേണ്ട അല്ലെങ്കിൽ BJP അത് അന്വേഷിക്കേണ്ട എന്നൊരു തീരുമാനമായിരുന്നെങ്കിൽ ഇന്ന് ഈ നിമിഷം വരെ എത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായിരിക്കുമോ? കരിവന്നൂർ ഈ വക അഭ്യാസങ്ങൾ പരിപൂർണമായിട്ട് നടന്നിട്ടും ആരും മിണ്ടാതിരുന്നിട്ടും BJP എന്താണ് ആ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കുകയും സർക്കാരും ആ നിലപാടെടുക്കുകയും. അല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നപ്പോൾ പ്രധാനമായി അദ്ദേഹം ഉയർത്തിക്കാട്ടിയ ഒരു വിഷയം കരിവന്നൂർ കൃത്യമായി പറഞ്ഞതല്ലേ? കൃത്യമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഈ ബാങ്കിന്റെ കൊള്ള അല്ലെങ്കിൽ ബാങ്കിന്റെ സാമ്പത്തിക ക്രമക്കേട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലത്ത് ഓടി വന്ന് ഹുക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുള്ള ഇതിന്റെ തെളിവുകൾ കൃത്യമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പ് നൽകിയിട്ടുണ്ട്. പണം നഷ്ടപ്പെട്ടവർക്കൊക്കെ തിരിച്ചു കൊടുക്കുന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കള്ളന്മാരെ, കൊള്ളക്കാരെ ഇപ്പം വെറും ഒരു നത്തോലിയാണ് അകത്ത് ഇരിക്കുന്നത്. ഒരു നത്തോലി തിമിംഗലങ്ങളുണ്ട്. അവരുടെ ഒരു ലിസ്റ്റാണ് ഞാൻ വായിച്ചത്. അങ്ങനെ ഈ വിഷയത്തെ ആത്മാർത്ഥമായിട്ട് സമീപിച്ചുകൊണ്ട് ഈ തിമിംഗലങ്ങളെ കൂടി അകത്താക്കണം. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മൊയ്തീൻ്റെ സ്വത്ത് കണ്ടുകെട്ടുന്നു, വർഗീസ് ഉത്തരവാദിത്തമുള്ള ആ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നു. പക്ഷേ ഇവരൊന്നും പ്രതികളാകുന്നില്ല. ഇവരെ പ്രതികളാക്കണം. ഇതിലെന്തെങ്കിലും
ആ കള്ളക്കളി നടക്കുന്നുണ്ടോ എന്നുകൂടി താങ്കളൊന്ന് പരിശോധിക്കണം. നാട്ടുകാർ ഉല്ലാസ് ബാബു, ഞാനൊരു ഇടവേള. ഇതിനകത്ത് യാതൊരുവിധ കള്ളത്തരങ്ങളുമില്ല. ഇതിൽ പ്രതികളാകുന്നില്ല എന്ന് നിങ്ങൾ പറയരുത്, പ്രതികളാക്കില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. യെസ് താങ്കളുടെ പരിശോധനയ്ക്ക് നടക്കുമ്പോൾ അത് കൃത്യമായി നടക്കും. താങ്കളുടെ പരിശോധനയ്ക്ക് BJP നേതൃത്വത്തിൻ്റെ പരിശോധനയ്ക്ക് ഇത് വിധേയമാക്കണം. പൊതുജനങ്ങളുടെ ആക്ഷേപമാണ്, പരാതിയാണ്. അത് വളരെ സശ്രദ്ധം അത് നിരീക്ഷിക്കുക ദയവേത്.